എന്താണ് ഉപ്പ മോനിപ്പോ മൊർഡോവയിൽ പോവാൻ നിൽക്കുന്നതാണ് അല്ലെ? എന്താണ് ഇപ്പോ ആ ഒരു എക്സൈറ്റഡ്? അതായത് ഡോക്ടർ ആവണം എന്നുള്ളൊരു അംബിഷൻ. അതിന്നാണല്ലോ ഇപ്പൊ ഈ യാത്രയൊക്കെ നമ്മൾ ഉത്ഭവിച്ചു വരുന്നത്. അവന്റെ ബ്രദറിൻലോ, പിന്നെ സോറി അങ്കിള്, എൻ്റെ ബ്രദറിൻലോ അവന്റെ അങ്കിള് ഷഫീഖ് ഡോക്ടറാണ്. അപ്പൊ ആ ഒരു പാതയിൽ മുന്നോട്ട് പോകണം എന്നാണ് ആൾക്ക് താല്പര്യം. അപ്പോൾ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യായിരുന്നു. അപ്പൊ അവനും അവന്റെ അമ്മാവനും അവർക്ക് വിട്ടുകൊടുത്തു ഞാൻ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ, സെർച്ചിങ്ങും കാര്യങ്ങളും. ഡോക്ടറാണ്. അപ്പോൾ അങ്ങനെയാണ് മാവക്സിൽ എത്തിപ്പെട്ടത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഈസി ആയിരുന്നു കാര്യങ്ങളൊക്കെ. നിങ്ങൾ അതിന്റെ പുറകെ ഉണ്ടായിരുന്നതുകൊണ്ട് ഓരോ സ്റ്റേജിലുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തരുന്നു, മറ്റുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാം ഇങ്ങനെ ഒരു നിമിത്തമായി മാറി. സക്സസ്. റഷ്യ എങ്ങനെ ചൂസ് ചെയ്തു? റഷ്യ എന്ന് പറഞ്ഞാൽ പിന്നെ അത് അവരുടെ രണ്ടുപേരെയും സെലക്ഷൻ തന്നെ. നല്ല യൂണിവേഴ്സിറ്റികളെ കുറിച്ച് അന്വേഷിച്ചു. പിന്നെ അവിടുത്തെ സ്റ്റുഡൻസിനായിട്ട് എൻക്വയറി, നിങ്ങളറിയാതെ ഞങ്ങൾ ഇന്റർവ്യൂ നടത്തി. പുറത്തു വരുന്നു. കാരണം ഏജൻസികൾ പലരും പറയുമല്ലോ, അത് അവർക്ക് എന്തായാലും ചെറിയൊരു ബിസിനസ് മൈൻഡ് അവർക്ക് ഉണ്ടാവും. അപ്പൊ അത് മാത്രം നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കണ്ട. അവിടെ പോയുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഹിസ്റ്ററി എടുക്കാം. അപ്പം നോക്കിയപ്പോൾ അവരുടെ ഈ മൊർഡാവിയ നല്ല യൂണിവേഴ്സിറ്റി ആണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൾച്ചർ അനുസരിച്ച് ജീവിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഉള്ളത് അറ്റ്മോസ്ഫിയർ, അതായത് കാലാവസ്ഥ. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, അത് പടച്ചവൻ സൃഷ്ടിച്ചതല്ലേ. അതിനോട് കടന്നുകൊണ്ടി. അപ്പൊ അതിന് അതെ 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 അതെ. അപ്പൊ അത് അത്രയാണ്. എങ്ങനെയുണ്ടായി മാവക്സിന്റെ സപ്പോർട്ട്? മാവക്സിന്റെ സപ്പോർട്ട് വളരെ, നമുക്ക് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് തന്നെയാണ്. സപ്പോർട്ടീവ് ആയിട്ടുള്ള സപ്പോർട്ടിങ് തന്നെ. അതായത് നമുക്ക് ഇനി എന്ത് അങ്ങോട്ട് അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. ടൈംലി, അതാണല്ലോ ആ സമയത്ത് നമുക്ക് ഫീസ് എത്ര അടയ്ക്കണം, അതുപോലെ എന്തൊക്കെ രേഖകൾ നമ്മൾ തയ്യാറാക്കണം, ഒരു മുൻകൂട്ടി നമുക്ക് തരും. അത്രയൊക്കെ ഉള്ളു കാര്യങ്ങളാണ്. ഇപ്പൊ എന്തായാലും ഫുൾ ഹാപ്പിയാണ്. മോൻ പോവാൻ നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാല് പാരന്റ്സ് ആവുമ്പോ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. മോൻ എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്? അതായത് നന്നായിട്ട് പഠിക്കുക. കാരണം എഫേർട്ട്, ഒരു ഡോക്ടർ ഇതെന്ന് പറഞ്ഞാൽ അതൊരു അത്രയും ഇതാണ്, ഒരു ഹാർഡ് എഫേർട്ട് തന്നെ അതിന്റെ പുറകിൽ വേണ്ടി വരും. നമുക്ക് പറയാൻ സിമ്പിളാണ് ഡോക്ടറാണ്, സ്റ്റെതസ്കോപ്പും തൂക്കി നടക്കുന്ന അത് മാത്രം നമ്മൾ കാണുന്നു. പക്ഷെ അവരുടെ ഊണുറക്കൊക്കെ ഒഴിച്ചുകൊണ്ടുള്ളൊരു പഠനമാണല്ലോ, ആ രീതി അങ്ങനെയാണല്ലോ. അപ്പൊ അതിന് അവര് ഡെഡിക്കേറ്റഡ് ആവണം. അല്ലാതെ നമ്മളെ അതെ 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 വിജയത്തിനെ നമ്മൾ പോയി അങ്ങോട്ട് പോയിട്ട് കൊണ്ടുവരണം. വിജയം തേടി വന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. പക്ഷെ വിജയത്തെ നമ്മൾ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കണം, അത്രയാണ്. അപ്പൊ നല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, കച്ചറയൊന്നും ഇല്ലാതെ, അതായത് നല്ല സ്മാർട്ടായിട്ട് എല്ലാവരോടും നല്ലൊരു പെരുമാറ്റം